எப்படி இருந்தது? ഇത് ബത്തലക്കൊണ്ടിലെ മെയിൻ ആളാണ് ഷൺമുഖം. പുള്ളി വന്നിട്ട് ഇവിടെ പടങ്ങളൊക്കെ കളിക്കാറുള്ളൂ. 2 സ്റ്റെപ്പൊക്കെ ഇല്ലാണ്ട് ഇവിടെ പടം കളിക്കാറുണ്ട്. പെരേര 6 എണ്ണനൊക്കെ പന്നേക്കാലം മുന്നേ ഇവിടെ ഭരിച്ചിരുന്ന ഒരാളാണ് ഷൺമുഖം. മധുര ഏരിയയിൽ മൾട്ടിപ്ലക്സ് അല്ലാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ 400 രൂപയാണ്. 400 രൂപക്ക് ടിക്കറ്റ് എടുത്ത ആൾക്കാർ കയറി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിയേറ്ററിൽ നാശനഷ്ടം വരുത്തുമെന്നാണ് തിയേറ്ററോട് പറഞ്ഞത്. തിയേറ്ററോട് നമ്മുടെ ഒരു കമ്പനിക്കാരനാണ്. പുള്ളി പറഞ്ഞ അടുത്ത ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പൊള്ളാച്ചിയിൽ സെറ്റ് ചെയ്തതാണെന്ന് കൊണ്ടുണ്ട്. അവിടെ തങ്ക തിയേറ്ററും പിന്നെ വേറെന്തോ പുതിയ തിയേറ്റർ വരെ തന്നെ വരുന്നുണ്ട്. എന്തായാലും പടം കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങുന്നത്, റെഡിയായി ഇറങ്ങുകയാണ്. ഇനി കണ്ടിട്ട് റിവ്യൂ പറയാം. ലിയോയ്ക്ക് വന്നപ്പോൾ ഇവിടെ ഫുൾ ബ്ലോക്കായിരുന്നു ഈ സമയത്തൊക്കെ. ഇവിടെ അങ്ങോട്ടെ വലിയ തിരക്കൊന്നുമില്ല. കുഴപ്പമില്ല. பரிமா தியேட்டரில் மாபெரும் திரைப்படத்தை கூலி என்ற வெற்றி திரைப்படத்தை காண வந்த அனைத்து ரசிக பெருமக்களையும் அன்போடு வருக வருக என வரவேற்கிறோம். നമ്മൾ സ്പെഷ്യൽ കൺസെഷൻ തന്ന് നമ്മളെ വണ്ടി മാത്രം കയറ്റിവിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കയറിയിരിക്കണേണ്. ഇവിടെ ബാക്കിയെല്ലാവരും പുറത്ത് ഇരിപ്പാണ്. எப்படி இருந்தது? ஓடுவாங்க. ஆமா, அடுத்த ஷோ 6 மணிக்கு. 6 மணிக்கு திரும்பி பார்க்க போறியா? பழைய ஒரு நெக்ஸ்ட் படத்துக்கு கேரளாவுக்கு வா. கண்டிப்பா வரேன் நான். வாங்க. உங்க வீடியோ பார்த்துட்டு தான் வந்தாங்க. அப்படிங்களா? வாவ் சூப்பர். தலைவரே ஏய் நீங்க எடுத்து சேட்டா பக்கத்துல எல்லாம் வச்சா கடைசி அந்த வீடியோ பா. அண்ணா இங்க பாரு அண்ணா. இங்க பாரு. எப்படி மீன் வருது? அளவு ஓடுது சூப்பர். അങ്ങനെ പടം കഴിഞ്ഞു. ഒരു 1 ടൈം വാച്ചബിൾ പടം, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അമൃഗാനൊക്കെ വെറുതെ പിടിച്ചിട്ടേങ്ങനെയാണ്. എന്തിനാണ് അവർ വള്ളിക്കൽസവും കൊടുത്തിട്ട് വിട്ടിട്ടുണ്ട്. എന്ത് കാര്യത്തിനാണെന്ന് അറിയില്ല. ഒരുപാട് സിനിമകൾ കണ്ട കഥകളൊക്കെ തന്നെയും പിന്നെ എടുത്ത് ഇട്ടേക്കാം. പിന്നെ ഒരു എക്സ്പീരിയൻസ്, രജനീകാന്തിൻ്റെ പടം അങ്ങനെ തമിഴ്നാട്ടിൽ കാണാമെന്നുള്ളൊരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ പടം ഞങ്ങളിവിടെ ഞങ്ങളുടെ മെയിൻ തട്ടവാണത്. ഇവിടെ വന്ന് ഇവിടെയാണ് രാത്രി ഇരിക്കലും ഭക്ഷണം കഴിക്കലും എല്ലാം. മൊട്ടമാടി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ടെറസിൻ്റെ മുകൾ ഇവിടെയൊക്കെ ഒരു തവണ ഞങ്ങൾ കിടന്നപ്പോഴത്തേക്കും ഇവിടെ ബെഡ് വിരിച്ച് ഇവിടെ അങ്ങനെ കിടന്നു. ആരുമില്ല. നല്ല ഒരു അങ്ങറ്റമൊക്കെ മൊത്തം മലകളാണ്. മലകളും കണ്ട് നല്ല കാറ്റായിരിക്കും, തണുപ്പും. ഓക്കെ, போக போகிறேன். இந்த ஊரே விட்டு ஓடி போக போகிறேன். இந்த படம் பார்த்ததுக்கு